നമസ്കാരം, ഞാൻ ക്രിസ്tina ചെറിയാൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ചാലക്കുടിയിൽ പോലീസ് വാഹനം തകർത്ത കേസിലെ മുഖ്യപ്രതിയായ ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ കസ്റ്റഡിയിൽ. തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത നിതിനെ സിപിഐഎം നേതാക്കൾ മോചിപ്പിച്ചുകൊണ്ടുപോയത് വിവാദമായിരുന്നു. കേസിൽ 4 എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം പോലീസിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു എസ്എഫ്ഐയുടെ പ്രതിഷേധം. ചാലക്കുടി എസ്ഐയുടെ കൈകാലുകൾ തല്ലിയൊഴിച്ചു ജയിലിൽ പോകാൻ തയ്യാറാണെന്ന് എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്. പോലെ കാക്കിയടിഞ്ഞുകൊണ്ട് നടക്കുന്നു. ഈ പട്ടിയോട് ഞങ്ങൾ കൊന്നേ പറയാനുള്ളൂ. തെരുവ് പട്ടിയെ തല്ലുന്നതുപോലെ ചാലക്കുടി പട്ടണത്തിലിട്ട് ഈ പട്ടിയെ ഞങ്ങൾ തല്ലുമെന്ന് പറയുന്ന സംഘടന എസ്എഫ്ഐ ആണ്. അതിന് ഞങ്ങൾക്ക് ആരുടെയും അകമ്പടി വേണ്ട. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, പോലീസ് വാഹനം തകർത്ത കേസിൽ മുഖ്യപ്രതി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നു. വളരെ നാടകീയമായ രീതിയിൽ നിതിനെ മുൻപ് സിപിഐഎം നേതാക്കൾ മോചിപ്പിച്ചു കൊണ്ടുപോയിരുന്നു. എന്താണ് അതിൽ സംഭവിച്ചത്? ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം അതുമായി ബന്ധപ്പെട്ട്. തൃശൂർ ഒല്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഡിവൈഎഫ്ഐ നേതാവ് നിതിൻ പുല്ലൻ വീണ്ടും കസ്റ്റഡിയിലായിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത സമയത്ത് നിതിനെ സിപിഐഎം നേതാക്കൾ മോചിപ്പിച്ചു കൊണ്ടുപോയത് വിവാദമായിരുന്നു. കേസിൽ 4 എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ രാവിലെ അറസ്റ്റ് ചെയ്തിരുന്നു. സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ഇവരെ ഇപ്പോൾ നിതിൻ പുല്ലൻ വീണ്ടും കസ്റ്റഡിയിലായിട്ടുണ്ടല്ലോ. നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് വീണ്ടും ഈ ഒരു കസ്റ്റഡി വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ക്രിസ്tina, ഇന്നലെ രാത്രി മുതൽ നടത്തിയ പോലീസ് തിരച്ചിൽ, ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ നിതിൻ പുല്ലൻ അറസ്റ്റിലായിരിക്കുന്നത്. തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഈ തൃശൂർ ഒല്ലൂരിൽ നിന്നാണ് നിതിനെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇദ്ദേഹം ഈ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടയിൽ പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലും ഈ ടെലിഫോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിലുമാണ് ഈ നിതിൻ ഇവിടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുകയാണെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സുഹൃത്തിന്റെ വീട്ടിലെത്തി നിതിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ഈ സംഘർഷത്തിന് ശേഷം നിതിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും സിപിഎമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ എത്തി പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ നിതിനെ മോചിപ്പിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി വിടുകയായിരുന്നു. അവിടെ നിന്നാണ് ഈ നിതിൻ ഈ സുഹൃത്തിന്റെ വീട്ടിലേക്ക്, ഒല്ലൂരിലെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് എത്തിയത്. അങ്ങനെ എന്തായാലും ഈ കേസിലെ പ്രധാന, അതായത് ജീപ്പിന് മുകളിൽ കയറി ജീപ്പിന്റെ ഗ്ലാസ് ഉൾപ്പെടെ ചവിട്ടിപ്പൊളിച്ചത് ഈ നിതിനായിരുന്നു, ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി. എന്തായാലും നിതിൻ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാർത്തയോടൊപ്പം ചേർത്ത് വെക്കേണ്ട ഒരു സംഭവം, ഇന്ന് എസ്എഫ്ഐയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് നടത്തിയ കൊലവിളി പ്രസംഗമാണ്. എസ്എഫ്ഐയുടെ ഒരു മുതിർന്ന നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത അതാണ് ഈ ഹസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെയും ഈ ഹസൻ മുബാറക് ഈ വിവാദങ്ങളിൽ അകപ്പെട്ട ആളാണ്. ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ചാലക്കുടി എസ്ഐ അഫ്സലിന്റെ തെരുവുപട്ടിയെ തല്ലുന്നത് പോലെ തല്ലുമെന്നും അദ്ദേഹത്തിന്റെ കൈയും കാലും തല്ലി ഒടിച്ച് ജയിലിൽ പോകുന്നതിന് തനിക്ക് മടിയില്ലെന്നും തരത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഇന്ന് ഈ ഹസൻ മുബാറക് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ അതൃപ്തിയാണുള്ളത്. കാരണം സിപിഎം ഏരിയ കമ്മിറ്റി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ പോലീസിനെതിരെ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹസൻ മുബാറക് തന്നെ ഇത്തരത്തിലൊരു കൊലവിളി പ്രസംഗവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഇത് സേനയുടെ ആത്മവീര്യം തകർക്കുന്ന നടപടിയാണ് ഈ ഭരണപക്ഷത്ത് തന്നെ നിന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് സേനയിൽ ഒരു വിഭാഗവും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള നിതിൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ. അല്പസമയത്തിനകം ഇതിനകത്ത് ഈ ചാലക്കുടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഈ ആപ്പെടുത്തുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക. ക്രിസ്tina. സൂരജ്, അതുപോലെ തന്നെ ഈ എസ്എഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റെ പ്രസംഗത്തെക്കുറിച്ച് ഇപ്പോൾ സൂരജ് പറഞ്ഞല്ലോ. പ്രസംഗത്തെക്കുറിച്ച് സൂരജ് പറഞ്ഞതിനുപരിയായി അതിന്റെ ദൃശ്യങ്ങളും പറയുന്ന വാക്കുകളും ഒക്കെ പ്രേക്ഷകരും വിവിധ മേഖലകളിലുള്ളവരും ഒക്കെ കണ്ടതാണ്. തികച്ചും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഭീഷണിയുടെ സ്വരത്തിലുള്ള പ്രസ്താവന. ഇതിനെതിരായ പ്രതികരണം പാർട്ടിയിൽ നിന്ന് വന്നിട്ടുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് ക്രിസ്tina. വലിയ തരത്തിൽ, അതായത് ഒരു എസ്എഫ്ഐയുടെ മുതിർന്ന നേതാവ്, അതായത് എസ്എഫ്ഐയുടെ ഒരു മുതിർന്ന നേതൃപദവിയിൽ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം, ആ പരാമർശം തന്നെയാണ് ഈ ഹസൻ മുബാറക്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ചാലക്കുടിയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ്എഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഈ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഹസൻ മുബാറക്ക്. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ഹസന്റെ ഭാഗത്ത്
ചാലക്കുടി SI ആയിട്ടുള്ള അഫ്സലിനെതിരെ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈയും കാലും തല്ലിയൊടിക്കും തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഈ ഹസന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുപോലെ തന്നെ ഈ സംഭവം ഇന്നലെ നടന്നത് മുതൽ, അതായത് ഈ ആക്രമണങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ പോലീസിന് മുന്നിലൂടെ ഈ ഹെൽമറ്റ് വെക്കാതെ ബൈക്കിൽ എത്തുകയും അതിനുശേഷം 3 തവണയാണ് ഈ പോലീസിന് മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും ഇവർ പോലീസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ യാത്ര ചെയ്താൽ, അത്തരത്തിൽ യാത്ര ചെയ്യുന്ന വേളയിലാണ് പോലീസ് ഇവരെ തടഞ്ഞു നിർത്തുകയും പിന്നാലെ ഇവർക്ക് ഈ പിഴ ഈടാക്കുന്ന നടപടിയിലേക്കും പോലീസ് കടന്നത്. ആ സമയത്താണ് ഈ നിതിൻ പുല്ലന്റെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവർ സംഘടിച്ചെത്തുകയും ഈ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ഈ ചില്ലുൾപ്പെടെ ചവിട്ടി പൊളിക്കുകയായിരുന്നു. അതിനുശേഷം പോലീസിന്റെ ബീക്കൺ ലൈറ്റ് തകർത്തു. ആ സമയം 2 പോലീസുകാർ ഈ ജീപ്പിനകത്തുണ്ടായിരുന്നു. അവർ പോലും പറയുന്നത് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് ഉണ്ടായത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. കാരണം ആ സമയം പോലീസ് പോലും ഇത്തരത്തിലൊരു വലിയ സംഘർഷത്തിലേക്ക് ഇത് പോകും എന്ന് കരുതിയിരുന്നില്ല. തൊട്ടു പിന്നാലെയാണ് കൂടുതൽ പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുശേഷം ഈ ജീപ്പ് ചവിട്ടിപ്പൊളിച്ച അല്ലെങ്കിൽ ജീപ്പ് അടിച്ചു തകർത്ത ഈ നിതിൻ പുല്ലനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി പോലീസ് ഒരു ശ്രമം നടത്തുകയാണ്. ആ സമയത്താണ് CPM-ന്റെ കൂടുതൽ മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തുന്നതും ഈ നിതിനെ അവിടെ നിന്ന് ചാടിപ്പോകാൻ വേണ്ടി, അതായത് രക്ഷിച്ചു കടത്തുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. ആ സമയം ഒരു ഓട്ടോറിക്ഷയിൽ മുതിർന്ന നേതാക്കൾ തന്നെ നിതിനെ അവിടെ നിന്ന് കടത്തിവിട്ടു. അതിനുശേഷം പോലീസ് ഈ ഒരു ലാത്തിചാർജും കാര്യങ്ങളും എല്ലാം ഉണ്ടായി. അതിനുശേഷം ഏകദേശം പോലീസിന്റെ കയ്യിൽ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്താണ് പോലീസ് രാത്രി നിതിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നത്. ഈ സമയത്ത് SFI-ക്കാർ വാടകയ്ക്ക് വീടെടുത്തു. ശരി സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നവകേരള സദസ്സിന്റെ പൂജപ്പുര വേദിയിലേക്ക് BJP-യുടെ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, തുടക്കം മുതൽ വിവാദങ്ങളായിരുന്നു നവകേരള യാത്ര. അതുപോലെ തന്നെ പ്രതിപക്ഷ പ്രതിഷേധം കൊണ്ടും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇപ്പോൾ ഈ പൂജപ്പുരയിൽ എത്തുമ്പോൾ BJP-യുടെ പ്രതിഷേധം, വിശദാംശങ്ങൾ, ഉന്തും തള്ളും പോലീസുമായി നടക്കുന്നതൊക്കെ കാണാമല്ലോ. കൃഷ്ണ, സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു BJP-യുടെ ഈ മാർച്ച് എന്നുള്ളതാണ്. പൂജപ്പുര മണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്കാണ് BJP-യുടെ ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിലവരുടെ പ്രധാനപ്പെട്ട ആരോപണം ഈ പൂജപ്പുര സരസ്വതി മണ്ഡപം, അതായത് ഈ നവകേരള സദസ്സ് നടക്കുന്ന ഈ പൂജപ്പുര സരസ്വതി മണ്ഡപം CPM കയ്യേറിയെന്ന് ആരോപിച്ചാണ് BJP ഈ മാർച്ച് നടത്തിയത്. നേരത്തെ തന്നെ വലിയ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. സാംസ്കാരിക പരിപാടികൾ നടക്കുന്ന ഒരു കേന്ദ്രമാണ്, മാത്രമല്ല വിശ്വാസികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് BJP പ്രവർത്തകർ പറഞ്ഞിരുന്നു. അവിടെ നവകേരള സദസ്സിന് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല, പാർട്ടി പരിപാടിക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല എന്ന് BJP പ്രവർത്തകർ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിലടക്കം കേസിന് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയിൽ നിന്ന് BJP-ക്ക് അനുകൂലമായി ഒരു നീക്കവും ഉണ്ടായില്ല. അതിനെ തുടർന്ന് നവകേരള സദസ്സുമായി സർക്കാർ മുന്നോട്ട് പോകുകയായിരുന്നു. ഈ നവകേരള സദസ്സ്, പൂജപ്പുര മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി പോലും പ്രവർത്തിക്കുന്നത് ഈ സരസ്വതി മണ്ഡപത്തിലാണ്. അതിനെതിരെയാണ് ഈ മണ്ഡലത്തിൽ, അതായത് നിയമമണ്ഡലത്തിലെ ഈ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക്, പൂജപ്പുരയിലെ വേദിയിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചത്. ചെങ്കല്ലൂരിലെ ശിവക്ഷേത്രത്തിന് സമീപത്ത് നിന്നാണ് BJP മാർച്ചുമായി എത്തിയത്. തൊട്ടടുത്ത് വെച്ച്, അതായത് വേദിയിലേക്ക് എത്തുന്നതിന് മീറ്ററുകൾ മുമ്പ് വെച്ച് തന്നെ, ഏതാണ്ട് 1/2 കിലോമീറ്റർ മുമ്പ് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് ഈ മാർച്ച് തടയുകയായിരുന്നു. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ VV രാജേഷാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടനത്തിന് ശേഷം ഈ ബാരിക്കേഡ് ഉപയോഗിക്കാൻ നിരവധി തവണ BJP പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. 3 തവണ BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതകളടക്കമുള്ള BJP പ്രവർത്തകർ ഈ മാർച്ചിനുണ്ടായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് മാത്രമല്ല, കറുത്ത വസ്ത്രം ധരിച്ചാണ് അവർ എത്തിയത്. കരിങ്കൊടി ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. കറുത്ത ബലൂൺ ആകാശത്തേക്ക് ഉയർത്തി അവരുടെ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. BJP ജില്ലാ അധ്യക്ഷൻ VV രാജേഷ് പറഞ്ഞത് പോലീസിന്റെ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല, CPM-ന്റെ നടപടി അംഗീകരിക്കാൻ സാധിക്കില്ല, ജനവിരുദ്ധ നടപടിയാണ് നടത്തുന്നത്. അത് മാത്രമല്ല, ഈ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാനാണ് തീരുമാനമെങ്കിൽ, പോലീസിന്റെ സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അവർക്കൊപ്പം നിൽക്കാനാണ് BJP-യുടെ തീരുമാനമെന്നാണ് VV രാജേഷ് അല്പം മുമ്പ് പറഞ്ഞത്. ഇപ്പോഴും എന്താണെങ്കിലും ഈ പ്രവർത്തകരെ റോഡ് ഉപരോധിച്ച് റോഡിന് മുന്നിൽ കുത്തിയിരുന്ന ഈ പ്രവർത്തകരെ പോലീസ് വാഹനം എത്തിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത്. ഈ മേഖലയിൽ നിന്ന് ഏതാണ്ട് 50ഓളം പ്രവർത്തകർ ഇവിടേക്ക് എത്തി, ഈ മാർച്ചിലെത്തി പങ്കെടുത്തു. വനിതകൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ബാരിക്കേഡിന് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നുണ്ട്, റോഡിൽ കുത്തിയിരിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ് കാണുന്നത്. എന്താണെങ്കിലും 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതായത് ഈ ബാരിക്കേഡ് ഭേദിച്ച് അല്പം കൂടി മുന്നോട്ട് പോയാൽ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക് എത്താം. വലിയ ജനക്കൂട്ടം അവിടെ ഇപ്പോൾ തന്നെ ഉണ്ട്. ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകൾ അവിടെ ഉണ്ട്. വലിയ തോതിൽ അവിടെ ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ മേഖലയിലേക്ക്. അവിടേക്ക് ഈ മാർച്ച് കൂടെ എത്തിയാൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. മാത്രമല്ല
CPM പ്രവർത്തകരും നവകേരള സദസ്സിന്റെ വോളണ്ടിയർമാരടക്കം അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി BJP പ്രവർത്തകർ അവിടേക്ക് എത്തിയാൽ വലിയ സംഘർഷത്തിലേക്ക് അത് കടക്കും. നേരത്തെ യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ നവകേരള സദസ്സിനെതിരെയും അതുപോലെ നവകേരള സദസ്സിൽ നടക്കുന്ന യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ നടക്കുന്ന പോലീസിന്റെയും DYFI പ്രവർത്തകരുടെയും അതിക്രമത്തിലും പ്രതിഷേധിച്ചാണ് മാർച്ച് നടത്തിയത്. ആ മാർച്ചും വലിയ തോതിൽ സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. പോലീസിന് നേരെ പ്രകോപനം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ മാർച്ചിന്റെ ഉടനീളം യുവമോർച്ച പ്രവർത്തകർ പ്രകോപനം സൃഷ്ടിച്ചു. തുടർന്ന് റോഡ് ഉപരോധിക്കുന്ന സ്ഥിതി എത്തിയപ്പോഴാണ് പോലീസ് യുവമോർച്ച പ്രവർത്തകർ അവിടെ നിറച്ചു നീക്കിയത്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ BJP പ്രവർത്തകർ വീണ്ടും നേമമണ്ഡലത്തിലെ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിലേക്ക് പൂജപ്പുരയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. അവിടെ ഈ സരസ്വതി മണ്ഡപം CPM കയ്യേറി എന്നാരോപിച്ചാണ് BJP മാർച്ച് നടത്തിയത്. ഇപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഈ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. വനിതാ പ്രവർത്തകരടക്കം ഈ മാർച്ചിൽ ഈ പ്രതിഷേധത്തിൽ പങ്കാളികളായി എന്നുള്ളതാണ്. ഇനിയും ഈ നിയമമണ്ഡലത്തിൽ നവകേരള സദസ്സ് ഇനിയും ആരംഭിച്ചിട്ടില്ല. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കഴക്കൂട്ടത്ത് നവകേരള സദസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം മന്ത്രിസംഘത്തിന് തിരുവനന്തപുരത്തെയും വട്ടിയൂർക്കാവിലെയും സംയുക്ത നവകേരള സദസ്സിൽ പങ്കെടുക്കാറുണ്ട്. ആ വഴിയിലുടനീളം യുവമോർച്ചയുടെയും BJPയുടെയും പ്രതിഷേധം ഉണ്ടാകുമെന്ന് നേതാക്കൾ നേരത്തെ തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ആ മേഖലയിലും പ്രതിഷേധം പ്രതീക്ഷിക്കുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ സമാപനം, ഈ നവകേരള സദസ്സിന്റെ സമാപനം പ്രതിഷേധമുഖരിതമാക്കാൻ തന്നെയാണ് BJPയുടെയും യുവമോർച്ചയുടെയും സംഘപരിവാർ സംഘടനകളുടെയും ഒക്കെ തീരുമാനം. അതാണ് ഈ കാണുന്നത്, ഈ ദിവസം തന്നെ കാണുന്നത്. നേരത്തെ യുവമോർച്ച പ്രവർത്തകരുടെ പ്രാതിനിധ്യം നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നന്നേ കുറവായിരുന്നു. അതിന് കാരണമായി അവർ പറഞ്ഞതുപോലും അതാണ്. വലിയ പ്രതിഷേധങ്ങൾ വേറെ ഇന്നും നടക്കാനുണ്ട് എന്നാണ് നേതാക്കൾ ആ സമയത്ത് അറിയിച്ചിരുന്നത്. സ്വാഭാവികമായി അത്തരത്തിൽ പ്രതിഷേധങ്ങൾ പലയിടത്തും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ തന്നെ ഈ നവകേരള സദസ്സ് നടക്കുന്ന വേദിയിൽ പോലീസ് വിന്യാസമുണ്ട്. മാത്രമല്ല ഗതാഗത നിയന്ത്രണം അടക്കം പോലീസുമായി ഒരു പ്രവർത്തകൻ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രവർത്തകൻ പോലീസുമായി വാക്കേറ്റം നടത്തുന്നതാണ് ആ ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് അദ്ദേഹത്തെ ബലപ്രയോഗം നടത്തി വലിച്ചിടിച്ചു എന്നാരോപിച്ചാണ് അദ്ദേഹം വാക്കേറ്റം നടത്തുന്നത്. ഈ റോഡിൽ കുത്തിയിരുന്ന മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പ്രവർത്തകരെ വാഹനങ്ങളിലേക്ക് കയറ്റി അവരെ ഇവിടെ നിന്ന് നീക്കുകയാണ്. എന്താണെങ്കിലും സമരമുഖരിതമാകുന്നു നവകേരള സദസ്സിന്റെ സമാപന ദിവസം. അത് കോൺഗ്രസും അതെ, അത് BJPയും അതെ, സമാനമായി തന്നെ ഒരുപോലെ അവർ പ്രതിഷേധമുഖരിതമാക്കുന്നു. വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നു. കറുത്ത ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തുന്നു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചെത്തി കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം ഉയർത്തുന്നു. ഈ പ്രതിഷേധം, അതായത് നിയമമണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ BJP അത് പ്രാദേശിക സ്വഭാവം കൂടി ആ പ്രതിഷേധത്തിന് വരുന്നു എന്നുള്ളതാണ്. നിയമമണ്ഡലത്തിലെ ഈ നവകേരള സദസ്സിൽ നടക്കുന്ന പൂജപ്പുര മൈതാനത്തോട് ചേർന്ന് തന്നെയുള്ള പൂജപ്പുര സരസ്വതി മണ്ഡപം CPM കയ്യേറി എന്നാരോപിച്ചാണ് ഈ സമരം അംഗീകരിക്കാനാകില്ല എന്ന് BJP പ്രവർത്തകർ പറയുന്നു. ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ശരി, നിയമമണ്ഡലത്തിലെ നവകേരള സദസ്സ് പൂജപ്പുരയിൽ നടക്കുന്ന സദസ്സിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പോലീസ്. KPCCയുടെ DGP ഓഫീസ് മാർച്ചിൽ വൻ സംഘർഷം. നേതാക്കൾ പ്രസംഗിക്കുന്നതിനിടെ പോലീസിന് നേരെ വ്യാപക കല്ലേറ്. ആക്രമണം രൂക്ഷമായതോടെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. സമരവേദിക്ക് സമീപം കണ്ണീർവാതക ഷെൽ വീണു. ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ട KPCC അധ്യക്ഷൻ K സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റി. തന്നെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണമാണ് തിരുവനന്തപുരത്തുണ്ടായതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. ശ്വാസം കിട്ടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. MP എന്ന പരിഗണന പോലും നൽകാതെയാണ് പോലീസ് നടപടിയെന്ന് K സുധാകരൻ കുറ്റപ്പെടുത്തി. സ്റ്റേജിലേക്കല്ലേ വെള്ളമടിച്ചതും ഈ പൊട്ടിച്ചതും ഒക്കെ. അപ്പോൾ അതിൻ്റെ പുറത്ത് ഈ ശ്വാസം മുട്ടിയപ്പോൾ, ഈ സ്മോക്ക് കയറിയപ്പോൾ ശ്വാസം മുട്ടിപ്പോയി പെട്ടെന്ന്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അപ്പോൾ ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഈ സംഭവം നടത്തിയത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കായികമായി നേരിട്ട് കൊണ്ടല്ലേ അവർ പോകുന്നത്, ഗുണ്ടകളെ വെച്ചല്ലേ നടക്കുന്നത്. പോലീസിൻ്റെ അകത്തുള്ള ഗുണ്ടകൾ, പിന്നെ പുറത്തുള്ള ഗുണ്ടകൾ എല്ലാ ജില്ലയിൽ നിന്നും അവർ വണ്ടിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ്. ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകൾ വേദിയിലിരിക്കുമ്പോഴുള്ള പോലീസ് അതിക്രമത്തിനെതിരെ പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തി. തീരെയല്ല, നിങ്ങൾക്കറിയാമല്ലോ, ഒരു വാർണിംഗ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രൊവക്കേഷൻ ഉണ്ടായിരുന്നില്ല, ആരും ഒന്നും ചെയ്തില്ല. എല്ലാവരും പ്രതിപക്ഷ നേതാവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്യായമാണ്. ഞാൻ DGPയെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അന്വേഷണം ചെയ്യാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയാൻ പോകണം നോക്കാമല്ലോ. ഞങ്ങൾ എല്ലാവർക്കും പാർലമെന്ററി പ്രിവിലേജും ഇമ്മ്യൂണിറ്റിയും ഒക്കെ ഉണ്ട്. MP-മാരാണ്. 6 MP-മാരും 4-5 MLA-മാരും ഒക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ ഒരു കാര്യമില്ലാണ്ട് ടിയർ ഗ്യാസ് ഷെൽ അടിക്കാൻ പാടും. അത് മാത്രമല്ല ഭയങ്കര ഹൈഗ്രേഡ് ആയിരുന്നു. ആരാണ് ഈ ഓർഡർ? DG പറഞ്ഞു ഞാൻ തന്നെ ടെലിവിഷനിൽ കാണാൻ എനിക്ക് അതിശയമാണെന്ന് പറയുന്നു. അപ്പം അദ്ദേഹം അല്ലെങ്കിൽ ആരാ കൊടുത്തിരിക്കുന്ന ഓർഡർ? ഭയങ്കരമായ ശ്വാസം മുട്ടലുണ്ടായി. ഒരു പ്രകോപനവും ഇല്ലാതെ ഈ ജാഥ വന്ന് യോഗം തുടങ്ങുകയായിരുന്നു. സംശയവുമില്ല, യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇപ്പോൾ ടിയർ ഗ്യാസും ജലപീരങ്കിയും അടിച്ചത്. പോലീസ് നടപടി K സുധാകരനെ ലക്ഷ്യമിട്ടെന്ന ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA രംഗത്തെത്തി.
ഇന്ന് ഇവിടെ നടന്ന സംഭവം ഞാൻ ബഹുമാനായ KPC പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആസൂത്രിതമായ അക്രമമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല. KPCC മാർച്ചിനിടെ പോലീസിന് നേരെ ആസൂത്രിതമായ ആക്രമണം അരങ്ങേറിയത് LDF കൺവീനർ EP ജയരാജൻ. ജാഥ ആരംഭിച്ചതു മുതൽ റോഡരികിലെ ബോർഡുകൾ അടിച്ചു തകർത്തു. റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടിയെന്നും EP ജയരാജൻ പറഞ്ഞു. മ്യൂസിയത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രകടനം ആരംഭിക്കുന്നത് തന്നെ റോഡ് മുഴുവൻ അഴിഞ്ഞാടിക്കൊണ്ടാണ്. വടിയും കമ്പിവടിയും അതുപോലെ RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വാളുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് റോഡിൽ കാണുന്നവരെല്ലാം ഭീഷണിപ്പെടുത്തി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ബോർഡുകളും ബാനറുകളും എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള ഭ്രാന്ത് പിടിച്ച നിലയിലുള്ള പ്രകടനമായി DGP ഓഫീസിന് മുമ്പിലേക്ക് എത്തുന്നത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറും അല്ലമീനും ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ആദ്യം ഷഫീദിലേക്കാണ്. ഷഫീദ്, ഈ DGP ഓഫീസ് മാർച്ച്, അതിൽ വലിയ സംഘർഷം. കോൺഗ്രസിന്റെ ഒരു വാദം, ഇത് ഇത്തരത്തിലുള്ള ഉന്നത നേതാക്കൾ MP അടക്കമുള്ളവർ വേദിയിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗം, ടിയർ ഗ്യാസ് അടക്കമുള്ള പ്രയോഗങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. വലിയ രീതിയിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇതിനെ, പ്രതിപക്ഷം പൊതുവെ ഇതിനെ അപലപിച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോഴത്തെ നിലപാട്? ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം? ക്രിസ്ത്യന, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായ പോലീസ് അതിക്രമങ്ങൾ പ്രതിഷേധിച്ചാണ് KPCC ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഈ ഓഫീസിലേക്ക്, അതായത് പോലീസ് ആസ്ഥാനത്തേക്ക് ഇന്നൊരു മാർച്ച് നടത്തിയത്. നേരത്തെ തന്നെ ചില വെല്ലുവിളികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായത് രാഷ്ട്രീയ വിവാദമായിരുന്നു. ഇന്ന് KPCC ആസ്ഥാനത്ത് നിന്ന് പ്രവർത്തകരും നേതാക്കളും സംഘടിച്ച ഈ DGP ഓഫീസിലേക്ക് വരുന്ന വഴി പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ആദ്യം ഉണ്ടായി. അതായത് വഴിയരികിലെ സർക്കാരിൻ്റെ ബോർഡുകളും ഫ്ലെക്സുകളും അടക്കം തകർക്കുന്ന പല കാഴ്ചകൾ നമ്മൾ കണ്ടു. ശേഷം ആദ്യം KPCC പ്രസിഡന്റ് അവിടെ ഒരുക്കിയിരുന്ന ഒരു താൽക്കാലിക വേദിയിൽ സംസാരിച്ചു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുന്നതിനിടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിലേക്കൊരു പ്രകോപനമുണ്ടായി. പോലീസിന് നേരെ കല്ലുകൾ വലിച്ചെറിഞ്ഞു. ആ തുരുതുര കല്ലുകൾ വലിച്ചെറിഞ്ഞതോടെ പോലീസും ആക്ഷനിലേക്ക് കടക്കുന്നതാണ് ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്. പോലീസ് ടിയർ ഗ്യാസ് അടക്കമുള്ള പ്രയോഗങ്ങളിലേക്ക് കടന്നതോടുകൂടിയാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. അതായത് നേതാക്കളടക്കം ഉണ്ടായിരുന്ന വേദിക്കരികിലേക്ക് ടിയർ ഗ്യാസ് വീഴുകയും നേതാക്കൾക്കടക്കം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ചെയ്തു. പിന്നാലെ പോലീസും അതേപോലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നേർക്ക് നേർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അതായത് കല്ലുകൾ കൊണ്ട് പ്രവർത്തകർ ഏറ്റുമുട്ടിയപ്പോൾ ഈ പോലീസ് ആകട്ടെ തിരിച്ച് ടിയർ ഗ്യാസ് അടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രയോഗിച്ചു. ഇതിനിടയിലാണ് KPCC അധ്യക്ഷൻ K സുധാകരന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത്. അദ്ദേഹം തൊട്ടടുത്തുള്ള ശാസ്തമംഗലത്തെ ശ്രീരാമകൃഷ്ണ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ശ്വാസതടസ്സമായിരുന്നു അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അതിനുശേഷം ഏറെ പണിപ്പെട്ട നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചു. ഈ KPCCയിലേക്കുള്ള മടക്കയാത്രയിലും വഴിയരികിലെ നവകേരള സദസ്സിന്റെ അടക്കം ബോർഡുകൾ അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചു. ശേഷം KPCC ആസ്ഥാനത്തിന് മുൻപിൽ വാഹനം തടഞ്ഞുള്ള പ്രതിഷേധം നടത്തി. അപ്പോഴേക്കും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ KPCC ആസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയിരുന്നു. ആ പ്രതികരണം നടത്തിയ ഓരോ നേതാക്കളും എടുത്തു പറഞ്ഞ കാര്യം, ക്യാബിനറ്റ് പദവിയിലുള്ള ആളുകളടക്കം വേദിയിലിരിക്കുമ്പോൾ കരുതിക്കൂട്ടി ആസൂത്രിതമായ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിന് നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ ഗുണ്ടാ പ്രവർത്തനം പോലീസ് നടത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആക്ഷേപിച്ചു. തന്നെ നേരിട്ട് എതിർക്കുക അല്ലെങ്കിൽ തന്നെ നേരിടുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ലക്ഷ്യം വെച്ചതെന്ന് K സുധാകരൻ തിരിച്ചടിക്കുന്ന സാഹചര്യമുണ്ടായി. ശശി തരൂർ അടക്കം പറഞ്ഞത് സർക്കാരിന് എന്ത് ചെയ്യണമെന്നറിയില്ല, ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധത്തെ ഇങ്ങനെ നേരിടാൻ സർക്കാരിന് എവിടെ നിന്ന് ധൈര്യം കിട്ടിയെന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ അത് ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. K മുരളീധരൻ പറഞ്ഞത് ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല, നേരത്തെ പറഞ്ഞതുപോലെയല്ല, കാര്യങ്ങൾ കുറച്ചുകൂടി മാറ്റമുണ്ടാകുമെന്ന് K മുരളീധരന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട്. അതേസമയം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിച്ചപ്പോഴേക്കും LDF കൺവീനർ EP ജയരാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് അസാധാരണമായ പ്രതിഷേധ പരിപാടിയാണ് കോൺഗ്രസ് നടത്തിയത്. അതായത് കയ്യിൽ കമ്പും വടികളുമായി പോലീസിനെ നേരിടാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. റോഡിൽ കോൺഗ്രസ് പ്രവർത്തകർ അഴിഞ്ഞാടി. എന്തോ അരിശം തീർക്കുന്ന പോലെ പ്രാന്ത് പിടിച്ച അവസ്ഥയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർക്കെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. മാത്രവുമല്ല, നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തെ പോലീസ് ഏത് വിധേനയും എതിർക്കും, അത് പ്രതിപക്ഷ നേതാവാണെങ്കിൽ കൂടി നടപടിയെടുക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചു. ക്രിസ്ത്യന.
ശരി, അല്ലമീൻ കൂടി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, ഇതിന്റെ തികച്ചും വേറിട്ട ഒരു പ്രതികരണമാണ് LDF കൺവീനറിൽ നിന്നുണ്ടായിരിക്കുന്നത്. തികച്ചും ആസൂത്രിതമായ ഒരു പ്രതിഷേധം, കല്ലും ആയുധങ്ങളും വടികളും ഒക്കെ സജ്ജരാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിന്നിരുന്നു. അവര് പോലീസ് പ്രതിരോധിക്കുന്നതിന് മുമ്പ് തന്നെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. അഴിഞ്ഞാട്ടമാണ് കണ്ടത്. എന്തായിരുന്നു LDF കൺവീനറുടെ പ്രതികരണം? ഭ്രാന്ത് പിടിച്ച രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് KPCC നേതൃത്വം നടത്തിയെന്നുള്ളതാണ് ഇടതുമുന്നണി കൺവീനർ. കമ്പുകളും കല്ലുകളും വടികളും RSSകാർ ഉപയോഗിക്കുന്നത് പോലുള്ള വടികളും വാളും ഉപയോഗിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി വന്നത്. അതിനുശേഷം നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം ഈ വിധത്തിലൊരു അഴിഞ്ഞാട്ടം നടത്തിയെന്നുള്ളതായിരുന്നു ഇടതുമുന്നണി കൺവീനർ പ്രതികരണമായി നടത്തിയിരിക്കുന്നത് ഈ മാർച്ചിന് ശേഷം. ഏതായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വാക്പോരിലേക്ക് ഈ പ്രതിഷേധം വഴി തുറന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നവകേരള സദസ്സാണ് ഈ പ്രതിഷേധത്തിന്റെയൊക്കെ അടിസ്ഥാനമെങ്കിലും സദസ്സ് കഴിഞ്ഞാലും ഇന്ന് സമാപിച്ചാലും ഇതിന്റെ വിവാദങ്ങളും വാക്പോരും വരും ദിവസങ്ങളിലും കത്തി നിൽക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ നിയമപരമായ പോരാട്ടം ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ MLA-മാർ ഉൾപ്പെടെ MP-മാർ ഉൾപ്പെടെ വേദിയിലിരിക്കുമ്പോൾ ആ വേദിയിലേക്ക് പോലും ജലപീരങ്കി പ്രയോഗിക്കുകയും ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, ഒരു നടപടി പോലീസ് സ്വീകരിച്ചു. സാധാരണഗതിയിൽ ടിയർ ഗ്യാസ് ജലപീരങ്കി പ്രയോഗം സാധാരണ ഒരു നടപടിക്രമമാണ്. അതിനുശേഷം ടിയർ ഗ്യാസോ ഗ്രനേഡോ പ്രയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. സമാധാനപരമായി പിരിഞ്ഞു പോയില്ലെങ്കിൽ ആക്ഷനിലേക്ക് കടക്കുമെന്നൊരു മുന്നറിയിപ്പ് സാധാരണ പോലീസ് നൽകാറുണ്ട്. പക്ഷേ ഇന്ന് കോൺഗ്രസ് സമരം ഒരു അക്രമാസക്തമാകുമെന്ന സൂചന കണ്ടപ്പോൾ അത്തരമൊരു മുന്നറിയിപ്പില്ലാതെയാണ് പോലീസ് ഈ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചത്. അതുതന്നെ മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർക്ക് തുല്യ പദവിയുള്ള ക്യാബിനറ്റ് റാങ്കുള്ള ആളുകൾ വേദിയിൽ ഇരിക്കുമ്പോൾ പോലും അവരെ പോലും പരിഗണിക്കാതെ ഈ വിധത്തിലൊരു ഒരു നടപടി പോലീസിലേക്ക് പോയത് കോൺഗ്രസ് വലിയ രീതിയിൽ ഇനി ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും പറയുന്നത് KPCC പ്രസിഡന്റിനെ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണം എന്നുള്ളതാണ്. ലോക്സഭാ സെക്രട്ടറി സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ഉൾപ്പെടെ K സുധാകരൻ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ശശി തരൂർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് പാർലമെന്റിന്റെയും ലോക്സഭയുടെയും പ്രത്യേകിച്ച് MLA-മാരും MP-മാരും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പാർലമെന്റിന്റെയും ലോക്സഭയുടെയും പ്രിവിലേജ് കമ്മിറ്റികൾക്ക് മുന്നിൽ പരാതി നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അവർ. കാരണം ജനപ്രതിനിധികൾ എന്ന നിലയിൽ അവർക്ക് കിട്ടേണ്ട ചില പ്രിവിലേജ് ഉണ്ട്, ചില സംരക്ഷണമുണ്ട്. അതുപോലും മാനിക്കാതെ പോലീസ് സ്വീകരിച്ച നടപടി അത് പോലീസ് ഉന്നതരുടെ നിർദ്ദേശപ്രകാരമല്ല, മറിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മറ്റേതോ ചില ആളുകളുടെ താല്പര്യപ്രകാരമാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നറിയിപ്പില്ലാതെ ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചത് അതും ഈ പറഞ്ഞതുപോലെ ഏതോ തലത്തിൽ നിന്നുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമാണ്. അതിനെ ആ അർത്ഥത്തിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കോൺഗ്രസ് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ KPCC അധ്യക്ഷൻ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇനി നവകേരള സദസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായും സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം ചേരാനുള്ളൊരു സമയം വരികയാണ്. സഭയ്ക്കകത്തും പ്രതിപക്ഷം ഈ വിഷയം ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കരിദിനത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം വൈകുന്നേരം പഞ്ചായത്ത് മണ്ഡലം തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇതെല്ലാം ഈ സംഘർഷമെല്ലാം ഒരുപക്ഷെ പ്രാദേശിക തലങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയും കളയാനാകില്ല. ഏതായാലും ഇതിന്റെ അരുതരണങ്ങൾ വരും ദിവസങ്ങളിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുമെന്നതിന്റെ സൂചന തന്നെയാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകുന്നത്. ശരി, KPCC-യുടെ DGP ഓഫീസ് മാർച്ചിനിടെ വ്യാപക സംഘർഷം, ഈ സംഘർഷത്തെ വലിയ തോതിലാണ് കോൺഗ്രസ് നേതാക്കൾ അപലപിച്ചിരിക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമായി വീണ്ടും മുന്നോട്ട് പോകും, ഈ പ്രതിഷേധം ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേസമയം തന്നെ ആസൂത്രിതമായ ആക്രമണമാണ് കോൺഗ്രസ് അവിടെ അഴിച്ചുവിട്ടതെന്ന് LDF കൺവീനറും പറഞ്ഞു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഷഫീദ് റാവുത്തറും അല്ലമീനും തിരുവനന്തപുരത്ത് നിന്ന്. 24 റിപ്പോർട്ടർ വിനീത VGക്കെതിരെ കേസെടുത്ത സംഭവത്തിലെ ചോദ്യത്തോട് ക്ഷുഭിതനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് എടുത്ത കേസിൽ വിശ്വാസക്കുറവില്ല എന്നും ഗൂഢാലോചനയല്ല എന്നതിന് തെളിവുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. കേസിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേസെടുത്തതിൽ പൊതുസമൂഹത്തിൽ നിന്ന് വ്യാപക പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി ചേരുകയാണ്. അശ്വിൻ, മുഖ്യമന്ത്രി പറയുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ കേസെടുത്തതിൽ അതിൽ തെറ്റില്ല, പോലീസിന് വിശ്വാസക്കുറവില്ല. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ തനിക്ക് പോലീസിൽ വിശ്വാസക്കുറവില്ല, ഇനിയും നിങ്ങളുടെ ഭാഗമാണ് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോകൂ. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടെന്താണ്? കൃഷ്ണ, എന്തായാലും പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്തെത്തിയത്. ഈ നടപടിയിൽ പോലീസിന് കൃത്യമായ എന്തെങ്കിലും തെളിവുകളുണ്ട് എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഉറച്ചു പറയുന്നത്. എന്തായാലും ആ തെളിവുകൾ എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് കോൾ റെക്കോർഡും, അതായത് കോൾ ഡീറ്റെയിൽസും അതിനപ്പുറത്തേക്ക് കോൺഫറൻസ് കോൾ എന്നൊക്കെ ചില സൂചനകൾ വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഏത് തരത്തിൽ തെളിയിക്കാനാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടതി അവധിയാണ്, അതിനുശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാവുക. അതേസമയം പല കോണുകളിൽ നിന്നും, രാഷ്ട്രീയ കോണുകളിൽ നിന്നായാൽ പോലും ഈ സംഭവത്തിനെതിരെ
കേസെടുത്തതിനെതിരെ രൂക്ഷമായ വിമർശനം വരുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ ഈ സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നവകേരള സദസ്സിൻ്റെ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായ പ്രതിഷേധങ്ങളെല്ലാം ന്യായീകരിച്ച അതുപോലെ തന്നെയാണ് ഈ കേസിനെയും മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷം BJP അടക്കം കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരേ നിലപാട് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ എടുക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ ഈ കാര്യങ്ങൾ പോകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ കേസ് പുനഃപരിശോധിക്കണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളും ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. ക്രിസ്റ്റിന. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വിൻ പാലാഴി. പ്രതിഷേധിക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഗുസ്തി താരം വീരേന്ദർ സിംഗ് പത്മശ്രീ തിരിച്ചു നൽകും. സഹോദരി സാക്ഷിക്കും മറ്റുള്ളവർക്കും വേണ്ടി പത്മശ്രീ തിരികെ നൽകുമെന്നാണ് പ്രഖ്യാപനം. ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഈ കൂടുതൽ ഗുസ്തി താരങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് വരുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കൃഷ്ണ, തീർച്ചയായിട്ടും ഈ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ അധ്യക്ഷനായി ബ്രിജ്ഭൂഷന്റെ അനുയായി സഞ്ജയ് കുമാറിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ശക്തമായി തുടങ്ങിയത്. സാക്ഷി മാലിക് അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപനം നടത്തി. തൊട്ടു പിന്നാലെ ഇന്നലെ ബജ്രംഗ് പുനിയ ഈ പത്മശ്രീ കർത്തവ്യ പത്തിൽ ഉപേക്ഷിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീരേന്ദ്ര സിംഗും ആ പത്മശ്രീ തിരികെ നൽകുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് തന്റെ സഹോദരി സാക്ഷിക്കും മറ്റ് സഹോദരികൾക്കും വേണ്ടി പത്മശ്രീ തിരികെ നൽകുമെന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ഗുസ്തി താരങ്ങളോടും ഇത് സംബന്ധിച്ചുള്ള ഐക്യദാർഢ്യം, അതായത് താരങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുള്ള ആവശ്യം ഉന്നയിക്കും എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്നലെ വിജേന്ദർ സിംഗും സമാനമായ രീതിയിൽ ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും ഈ ഗുസ്തി താരങ്ങൾക്ക് അനുകൂലമായി ഉണ്ടാകുന്നില്ല. അവരിപ്പോഴും മൗനം തുടരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ശക്തമാകുന്നുണ്ട്. ഇതിനിടയിൽ ബ്രിജ്ഭൂഷന്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ബ്രിജ്ഭൂഷൺ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്നുള്ളത് ഈ പ്രതിഷേധിക്കുന്ന താരങ്ങൾ കോൺഗ്രസിന്റെ മടിയിലാണ് ഇരിക്കുന്നത്. ആ ഒരു കാരണത്താലാണ് മറ്റു താരങ്ങളുടെ പിന്തുണ ഇവർക്ക് ലഭിക്കാത്തതെന്നടക്കമുള്ള ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സുതാര്യമായാണ് നടന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് സഞ്ജയ് കുമാർ തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കൂടി കടക്കുകയാണ്. ഇനി കൂടുതൽ താരങ്ങളും ഈ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നതിൽ സംശയമില്ല. ക്രിസ്റ്റിന. ശരി, ഇപ്പോൾ കൂടുതൽ ഗുസ്തി താരങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. പ്രതിഷേധിക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗുസ്തി താരം വീരേന്ദർ സിംഗ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പത്മശ്രീ തിരിച്ചു നൽകും. സാക്ഷി മാലിക് അടക്കമുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഈ നടപടിയെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. ഫസ്റ്റ് ഓൺ 24 അട്ടപ്പാടി വട്ടലക്കിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ കാടുകയറ്റി JCB ഉപയോഗിച്ച് ചാലുകീറിയാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചത്. അഗളി RT സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആനയെ കരകയറ്റിയത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, എന്തായിരുന്നു RRT സംഘത്തിന്റെ നടപടി? വിശദാംശങ്ങൾ. കൃഷ്ണ, ഇന്നലെ രാത്രിയാണ് ഈ വട്ടലക്കിയിൽ കിണറ്റിൽ, ജനവാസ മേഖലയിലെ കിണറ്റിൽ ഒരു ആന അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കൂട്ടമായി ജനവാസ മേഖലയിലേക്ക് എത്തിയ ഈ കാട്ടാനക്കൂട്ടത്തിൽ നിന്ന് ഒരാന മാത്രം വേർപിരിഞ്ഞു പോവുകയും തുടർന്ന് ഈ കിണറ്റിൽ വീഴുകയുമായിരുന്നു. ഏറെ നേരം ഇത് കിണറ്റിൽ നിന്ന് കര കയറാൻ കഴിയാതെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഇതിനെ കാട് കയറ്റാൻ വേണ്ടി കഴിഞ്ഞത്. ഈ പ്രദേശത്തേക്ക് JCB എത്തിച്ച് ചാല് കീറിയ ശേഷം കാട്ടാനയ്ക്ക് തന്നെ കയറി വരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാത രൂപപ്പെടുത്തിയെടുക്കുകയും തുടർന്ന് ഇത് തമിഴ്നാട് മേഖലയിലേക്ക് പോവുകയുമായിരുന്നു. അഗളിയിൽ നിന്നുള്ള RRT സംഘം എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതൊരു താഴ്ചയുള്ള കിണറായിരുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെയധികം ദുസ്സഹമായി മാറുകയായിരുന്നു. ഒരു കാരണവശാലും ഇതിനെ മുകളിലേക്ക് കയറ്റാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്ന് ഏറെ നേരം വനവകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എല്ലാം തന്നെ ഈ സംഭവ സ്ഥലത്ത് നിലയുറപ്പിക്കുകയും 12 മണിയോടുകൂടി ഈ ചാല് കീറിയ ശേഷം JCB എത്തിച്ച് ചാല് കീറിയ ശേഷം ഈ കാട്ടാനയ്ക്ക് ഈ വനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള പാത ഒരുക്കി കൊടുക്കുകയായിരുന്നു. തമിഴ്നാട് മേഖലയിലേക്കാണ് ഇത് കയറിപ്പോയത് എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം, ഒരുപാടധികം സമയം ഈ ആനയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ, ഈ കിണറിനുള്ളിൽ നിലനിൽക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ കരുതിയിരുന്നെങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പരിക്കുകളോ മറ്റോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് വനത്തിലേക്ക് കയറിപ്പോയിരിക്കുകയാണ്. ഈ മേഖലയിൽ തുടർച്ചയായി വന്യമൃഗങ്ങളുടെ ശല്യമുള്ള ഒരു പ്രദേശം തന്നെയാണ്. നിരന്തരം കാട്ടാനക്കൂട്ടമടക്കം എത്തുകയും കൃഷിയൊക്കെ നശിപ്പിക്കാറൊക്കെ ഉള്ള ഇടം തന്നെയാണ്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ കിണറ്റിലകപ്പെട്ട നിലയിൽ ഒരു കാട്ടാനയെ കണ്ടെത്തുന്നത്. ആളുകൾക്ക് വലിയ
കൗതുകം തോന്നുകയും അവിടേക്ക് ആളുകൾ ഓടിയെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. തുടർന്ന് വനംവകുപ്പിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പക്ഷേ ആദ്യഘട്ടത്തിലെല്ലാം തന്നെ അവർ നിസ്സഹായരായിരുന്നു. കാരണം ഒരു നിലയ്ക്കും ഇതിനെ പുറത്തേക്ക് കയറ്റാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുകയും അങ്ങനെ ഏറെ വൈകി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു JCB ഉപയോഗിച്ച് ചാല് കീറാനും തുടർന്ന് ഇതിനെ വനത്തിലേക്ക് തന്നെ കയറ്റിവിടാനും സാധിച്ചത്. ക്രിസ്റ്റിന, ശരി. കിണറ്റിൽ വീണ കാട്ടാനെ അഗളി RRT സംഘം ചാല് കീറി പുറത്തെത്തിച്ച് കാട് കയറ്റി. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേഷ്. 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. റാന്നി ഉദിമൂട് 10ാം വാർഡിൽ മുരുപ്പേൽ വീട്ടിൽ ആഷ്നിനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ കുഞ്ഞ് 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, 12 വയസ്സുള്ള കുട്ടിയായിരിക്കുമെന്ന് കരുതുന്നു. ഈ കുഞ്ഞിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്നത് വളരെ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. എന്താണ് ഇതിന് കാരണം? അത് സ്വയം ചെയ്തതാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? വിശദാംശങ്ങൾ. പോലീസ് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ ഉച്ചയോടുകൂടി ഈ കുഞ്ഞിനെ തൂങ്ങി മരിച്ചത് ശ്രീജിത്തുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല. രാമക്ഷേത്ര നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നിപേന്ദ്ര മിശ്രയുടെ ക്ഷണം നിരസിച്ചു. NCP അധ്യക്ഷൻ ശരത് പവാറിനും ചടങ്ങിലേക്ക് ക്ഷണമുണ്ട്. വിശദാംശങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ ചടങ്ങിൽ സീതാറാം യെച്ചൂരി പങ്കെടുക്കില്ല എന്ന വാർത്തകൾ വരുന്നു. ഏത് രീതിയിലാണ് ഇത് അറിയിച്ചിട്ടുള്ളത്? മറ്റ് വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, അടുത്ത മാസം 22-നാണ് രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം. ഈ ചടങ്ങിനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ പ്രധാന നേതാക്കളെ അടക്കം ക്ഷണിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളടക്കം കോൺഗ്രസ് നേതൃത്വം എല്ലാം തന്നെ ക്ഷണിച്ചിരുന്നു. ഇന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും അതോടൊപ്പം തന്നെ NCP നേതാവ് ശരത് പവാറിനുമാണ് ക്ഷണമുണ്ടായത്. എന്നാൽ ക്ഷണം ഇപ്പോൾ സീതാറാം യെച്ചൂരി നിരസിച്ചിരിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സ്വീകരിച്ച നിലപാട്. രാമക്ഷേത്ര നിർമ്മാണ സമിതി ചെയർമാനായ നിപേന്ദ്ര മിശ്രയാണ് ഇത്തരമൊരു ക്ഷണം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതിനോട് ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി നിരസിച്ചിരിക്കുകയാണ്. എന്തായാലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJP രാഷ്ട്രീയ ആയുധമാക്കും എന്ന് തന്നെയാണ് CPM വിലയിരുത്തൽ. ഇതുകൂടി കണ്ടുകൊണ്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ നിന്നും CPM വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അടക്കം തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പ്രതിനിധീകരിച്ചുകൊണ്ടോ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുമെന്ന കാര്യത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി തന്നെ BJP ഉയർത്തിക്കാട്ടും. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിതിൻ അംബുജൻ. ലൈവ് ന്യൂസിൽ ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ ഹോം ഷീൽഡ് സയന്റിഫിക് വാട്ടർ പ്രൂഫിംഗ് സൊല്യൂഷൻസ്. മറ്റൊരു വാർത്തയിലേക്ക്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സഭാ നേതൃത്വം. ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ സർക്കുലർ പുറപ്പെടുവിച്ചു. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വിമതപക്ഷം അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ സഭാ നേതൃത്വം വത്തിക്കാന്റെ നിർദ്ദേശപ്രകാരം എന്ന സൂചനയോടുകൂടി ഈ കാര്യത്തിൽ ഏകീകൃത കുർബാന എന്ന നിലയിൽ മുന്നോട്ട് പോവുക തന്നെയല്ലേ? കർദിനാൾ സ്ഥാനം മാർ ജോർജ് ആലഞ്ചേരി ഒഴിഞ്ഞതിന് പിന്നാലെ പൊന്തഫിക്കൽ ഡെലിഗേറ്റ് മാർ സിറിൽ വാസിൽ സംസ്ഥാനത്ത് വീണ്ടും എത്തിയിരുന്നു. ഇവിടെ ചർച്ചകൾ നടത്തിയിരുന്നു. കുർബാനാക്രമം ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് നടന്നത്. പക്ഷേ അത് പരാജയപ്പെട്ടു എന്ന രീതിയിൽ ഇന്നിപ്പോൾ ഒരു സർക്കുലർ വന്നിട്ടുണ്ട്. പക്ഷേ 25-ാം തീയതി മുതൽ, ക്രിസ്മസ് ദിനം മുതൽ ഈ ഏകീകൃത കുർബാനയിലേക്ക് മാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മാർ ബോസ്കോ പുത്തൂർ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയാണ്: മാർപ്പാപ്പയുടെ
തീരുമാനത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് അദ്ദേഹത്തിന്റെ സർക്കുലറിൽ പറയുന്നു. ക്രിസ്മസ് ദിനം മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഇത്തരത്തിൽ വൈദികർക്കും വിശ്വാസികൾക്കുമായി സർക്കുലർ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അദ്ദേഹം മാത്രമല്ല, മാർപ്പാപ്പ നിയോഗിച്ച മാർ സിറിൽ വാസിലും ഇക്കാര്യത്തിൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുർബാനാക്രമം സംബന്ധിച്ച ചർച്ചകൾ ഫലം കണ്ടില്ല എന്ന് ഈ സർക്കുലറിൽ ചൂണ്ടിക്കാട്ടുന്നു. അതിരൂപതയിലെ വൈദികർക്കും വിശ്വാസികൾക്കും മാർപ്പാപ്പയുടെ പ്രതിനിധി നൽകിയ കത്തിൽ പറയുന്നത് കുർബാന വിഷയത്തിൽ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ലെന്നും സിനഡിന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ വിമത വിഭാഗം ആരോപിച്ചത് മാർപ്പാപ്പയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു എന്നതാണ്. മാർപ്പാപ്പയെ ആരും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും സമയമെടുത്ത് പഠിച്ചാണ് മാർപ്പാപ്പയുടെ തീരുമാനമെന്നും മാർ സിറിൽ വാസിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സർക്കുലറുകളും എല്ലാ വിശ്വാസികൾക്കും അതോടൊപ്പം അൽമായർക്കും വൈദികർക്കും ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞു. ശരി, വിശദാംശങ്ങൾ നൽകിയത് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. ആദിവാസി വിദ്യാർത്ഥിയെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ പോലീസ് വകുപ്പ് തല അന്വേഷണം തുടങ്ങി. കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാർക്കെതിരെയാണ് അന്വേഷണം. വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്ന് ചേരുകയാണ്. അഭിജിത്ത്, ഈ അന്വേഷണം ഏത് രീതിയിലായിരിക്കണം, എപ്പോൾ പൂർത്തിയാക്കണം, റിപ്പോർട്ട് എപ്പോൾ കൈമാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്? വിവരങ്ങൾ. ക്രിസ്റ്റീന, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ പോലീസ് തന്നെ മർദ്ദിച്ചു എന്നുള്ളൊരു ആരോപണം, ഒരു പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെയാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ചുമതല ACPയിലേക്ക് എത്തിയിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ACP കെ സുദർശനാണ് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോവുക. നിലവിൽ കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഈ അന്വേഷണം നടക്കുകയും ചെയ്യുക. ഏതായാലും കഴിഞ്ഞ ബുധനാഴ്ചയാണ്, അതായത് ഈ 20-ാം തീയതി കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യം കുട്ടി പറയുന്നത്. കുട്ടി കട്ടാങ്ങലിലുള്ള തൻ്റെ അമ്മാവൻ്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് ബുധനാഴ്ച കുട്ടി അല്പം താമസിച്ച് വീട്ടിലെത്തുകയും ഇതിനെ തുടർന്ന് ചെറിയ രീതിയിലുള്ളൊരു സംഘർഷം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാക്കേറ്റം വീട്ടിൽ അമ്മാവനും ഈ കുട്ടിയും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് കുന്നമംഗലം പോലീസിനെ വിവരം അറിയിക്കുകയും കുന്നമംഗലം പോലീസ് ഈ വീട്ടിലെത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് താൻ നീ കഞ്ചാവ് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഈ പോലീസ് കുന്നമംഗലം സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസ് കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ള ഒരു ആരോപണം കുട്ടി ഉന്നയിക്കുന്നത്. തുടർന്ന് കുട്ടി മുക്കം ആശുപത്രിയിൽ ചികിത്സ തേടുകയൊക്കെ ചെയ്തു. ഇതിനെ തുടർന്ന് കുട്ടി ശാരീരികമായി കൂടുതൽ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് കുട്ടി പിന്നീട് ഈ പോലീസ് സ്റ്റേഷനിലടക്കം പരാതിയുമായി എത്തുന്നത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിൽ കുട്ടി പരാതി നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയിൽ നിന്ന് ഇന്ന് ചൈൽഡ് ലൈനിന്റെ അധികൃതർ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളൊരു കാര്യമാണ് ചൈൽഡ് ലൈൻ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പോലീസിനെതിരെ ഉയർന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരു കുട്ടിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ ആ ഒരു ഗൗരവത്തിൽ പോലീസ് നിലവിൽ ഈ ഒരു വകുപ്പ് തല അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. ക്രിസ്റ്റീന. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ 3 യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് ഗൺമാന്റെ മർദ്ദനം, ഈ സംഭവത്തിൽ കേസെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അല്പസമയത്തിനകം കറുത്ത വസ്ത്രമണിഞ്ഞ് ചാണ്ടിയുമ്മൻ MLA മുഖ്യമന്ത്രി ജഗതി വഴി കടന്നുപോകുമ്പോൾ പ്രതിഷേധിക്കുമെന്ന വാർത്തയും വരുന്നുണ്ട്.